ഒരു ഞായറാഴ്ചയെ എങ്ങനെ ആസ്വാദകരവും മെമ്മറബിളും ആക്കാം എന്ന ആലോചനയ്ക്ക് പുറത്തുനിന്നുണ്ടായ ഒരു കൊച്ചു യാത്രയാട്ടോ ഇത്. തിരക്കേറിയ ജീവിത രീതിയിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒരു മോചനം വേണമെന്ന താല്പര്യമുള്ള ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ദെൻ വി ക്യാൻ മേക്ക് ഗുഡ് മെമ്മറീസ്. തുടക്കത്ത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നൊന്നും അറിയാതെ തന്നെ ആട്ടോ ഇറങ്ങിയത്. പിന്നീട് യാത്രാമധ്യേ ഞങ്ങൾ ആ തീരുമാനമെടുത്തു. പേരുകൊണ്ട് ഒരുപാട് തവണ ആശ്ചര്യപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലംകൊല്ലി എന്ന വാട്ടർഫാൾസ്. അരീക്കോട് ഭാഗത്ത് ചൂളാട്ടിപ്പാറയ്ക്ക് അടുത്തായിട്ടാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. ഇനി അധിക കാലമൊന്നും ഈ വെള്ളച്ചാട്ടം അവിടെ കാണില്ല എന്നും പറയുന്നുണ്ട്. വൻതോതിൽ ഖനനം നടക്കുന്ന മേഖലയായതുകൊണ്ടാണ്. യാദൃശ്ചികമായി അധികം മഴ പെയ്യാത്ത സമയമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെല്ലുന്നതിന് മുന്നേ എങ്ങനെയായിരിക്കും അവിടെ എന്നൊന്നും യാതൊരുവിധ അറിവും ഇല്ലായിരുന്നു. കുറച്ച് ദുർഘടം പിടിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളിൽ വരുന്നതല്ല നല്ലതെന്ന് ആദ്യം തോന്നി. ചോദിച്ചറിഞ്ഞ് തേടിപ്പിടിച്ച് കാട്ടിലൂടെയൊക്കെ അങ്ങനെ ചാടിക്കടന്ന് വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ടിയിരുന്ന എനിക്ക് ഉള്ളിൽ നിന്നും സന്തോഷം തരുന്നത് തന്നെയായിരുന്നു ഈ യാത്ര. കൊല്ലംകൊല്ലി വാട്ടർഫാൾസിൻ്റെ അവശേഷിപ്പായിട്ട് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് പിള്ളേരെയും കാണാനായി. ഞങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ കാണാത്തക്ക വിധം മനോഹരമായ ഒരിടത്ത് പോകണം എന്ന് മാത്രം വിചാരിച്ചിരുന്ന എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന് അപ്പം തന്നെ തോന്നിത്തുടങ്ങി. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഒരു മനോഹരമായ കോറി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. മഴക്കാലമല്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ട അത്ര മനോഹാരിത തോന്നിയില്ലെങ്കിലും മടുപ്പിക്കാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ആ കോറിയും. പ്രത്യേകിച്ച് വെള്ളവും വെള്ളക്കെട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക്. ഇനി എനിക്ക് യാത്രയിൽ ഏറ്റവും കൗതുകമായി തോന്നിയ കാര്യത്തെപ്പറ്റി പറയാം. കൊല്ലംകൊല്ലി എന്ന പേര് തന്നെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയാം. കൊല്ലത്തിലൊരു മനുഷ്യനോ മൃഗമോ ഇവിടെ വെച്ചിട്ട് മരണമടയും എന്നുള്ളത് കൊണ്ടാണത്രേ ഈ വാട്ടർഫാൾസിന് കൊല്ലംകൊല്ലി എന്ന പേര് വന്നിരിക്കുന്നത്. എന്നാലും നേരിയ ഒരു ആശ്വാസമായിട്ട് പറയാൻ പറ്റുന്നത് ഈ വാട്ടർഫാൾസ് വന്ന് പതിക്കുന്ന സ്ഥലത്ത് അധികം ആഴമില്ല എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തക്കത്തിലുള്ള ആഴം മാത്രമേ താഴ്ഭാഗത്ത് അനുഭവപ്പെടുന്നുള്ളൂ. നല്ല ക്ലിയർ വെള്ളമായിരുന്നെങ്കിലും അധികം തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല. സത്യത്തിൽ ഈ വെള്ളത്തിലിറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹമായിരുന്നു ഈ പാറക്കെട്ടിന് മുകളിലേക്ക് എവിടെ നിന്നാണ് വെള്ളം ഒഴുകിയെത്തുന്നത് എന്നറിയണം. അതിനുവേണ്ടി പൊരി വെയിലൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ പാറമുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അത്. ചുട്ടുപഴുത്തിരിക്കുന്ന പാറമുകളിൽ ചവിട്ടി പാദം ഉരുകുമെന്ന് തോന്നിയപ്പോൾ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. എന്നാലും ആ കൗതുകമൊന്നും അറിയാനായിട്ട് അറിയാതെ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ട ഒരു സമീപവാസിയോട് ഞങ്ങൾ ചോദിച്ചു. അദ്ദേഹം തന്ന മറുപടി പ്രകാരം ചോലയിൽ നിന്നുമാണ് വെള്ളം ഒഴുകി പാറ മുകളിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കി. മുകൾ ഭാഗം നിരപ്പാർന്ന പാറകളും കാടുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടും നല്ലൊരു യാത്ര.